ഹായ്, ഇജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മൂലവടത്തിന്റെ ഉൾഗ്രാമമായ ആശ്രമത്തേക്കാട്ടോ. നമ്മളിന്ന് ട്രിപ്പ് ജീപ്പിനാണ് പോകുന്നത്. ആ ട്രിപ്പ് ജീപ്പിന് പോകുന്ന വഴിയിലെ കാഴ്ചകളും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ പാർഗോസിന്റെ സ്വന്തം നാടായ മൂലമറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് ജീപ്പിന് ആശ്രമത്തേക്ക് പോകുന്നത്. ഇവിടെയുള്ള ടാക്സി സ്റ്റാൻഡിൽ നമ്മൾ എത്തിയപ്പോഴേക്കും സുഹൃത്തുക്കൾ കുറേ പേരിരുന്ന് ഫുട്ബോൾ കളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രിപ്പ് ജീപ്പ് എത്തിയിരിക്കുകയാണ്. സ്ഫടികം എന്നാണ് ഈ ജീപ്പിൻ്റെ പേര്. ഉണ്ണിക്കുട്ടനാണ് ഇതിൻ്റെ സാരഥി. നിലവിൽ മൂലവറ്റത്തുനിന്ന് 3-4 യാത്രക്കാർ മാത്രമേ ആശ്രമത്തേക്ക് പോകാനുള്ളൂ. ആശ്രമത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ജലന്ധർ സിറ്റി, പൊട്ടംപൊടി ജംഗ്ഷൻ, പള്ളി, അങ്ങനെ കുറേ സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് പൊട്ടംപൊടി മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു മഴ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല കണ്ണിന് കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ KSRTC സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴിയിലേക്കാണ് നമ്മൾ ആശ്രമം പോകുന്നത് കേട്ടോ. യാത്രക്കാരെ ഓരോരുത്തരായി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കളപ്പുര സിറ്റിയും കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മൂലമറ്റം ആശ്രമം കോട്ടമല റോഡെന്ന് പറയുന്നത് ഓഫ് റോഡെന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന കുണ്ടും കുഴിയും, അതുപോലെ ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക്, ഒരു തോട്ടിൽ നിന്ന് മറ്റു തോട്ടിലേക്ക് കയറുന്ന രീതിയിലുള്ള അവസ്ഥയിലുള്ള റോഡുകളായിരുന്നു. പണ്ട് കാലത്ത് പെട്രോൾ ജീപ്പുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ജലന്ധർ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കിയിൽ ഒരുപാട് സിറ്റികളുണ്ട്. കളപ്പുര സിറ്റി, ജലന്ധർ സിറ്റി, എലപ്പള്ളി സിറ്റി, ഹൈറേഞ്ചിലേക്കാണെങ്കിൽ ഒരുപാട് സിറ്റികളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഈ സിറ്റികളും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചെറുതായിട്ടങ്ങനെ മല കയറാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ റോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. റോഡ് മൂലമറ്റത്ത് നിന്ന് മേമുട്ടം കവല വരെ നല്ല റോഡുള്ളൂ. അതിനുശേഷം ഒരു 1.5 കിലോമീറ്റർ ഇപ്പോഴും ഓഫ് റോഡായിട്ട് തന്നെ തുടരുകയാണ്. 10-20 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഈ വർഷമെങ്കിലും ശരിയാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഓരോരോ ഹെയർ പിൻ വളവുകളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ആശ്രമം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ജലന്ധർ സിറ്റിയിലെ അങ്കണവാടിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഒരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ നിന്നുള്ള ആൾ ഇറങ്ങി. അതിനുശേഷം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ്. കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്ത് ആശ്രമ ഭാഗത്തേക്ക് വന്നാൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ്. അതുകൂടാതെ മഞ്ഞിറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച. അങ്ങനെ നമ്മൾ പൊട്ടംപടി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഒരു സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്നും ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് പൊതുവെ ഇവിടെയുള്ള ആൾക്കാർ ടൗണിലേക്ക് ഇറങ്ങുന്നത്. പണ്ട് കാലത്ത് ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാർ ഒരുപാടുണ്ട്. നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത ബെൻസ് ചേട്ടനും, അതുപോലെ ഇഞ്ചൻ ബാബുച്ചേട്ടനും, തീപ്പൊരി തങ്കഞ്ചേട്ടനും, അങ്ങനെ തുടങ്ങി ഡേവിഡ് ആശാനും തുടങ്ങി ഒരുപാട് ഡ്രൈവർമാർ ഈ വഴിക്ക് ജീപ്പ് ഓടിച്ച് ഈ നാട്ടുകാരുടെ ഹീറോകളായി മാറിയവരാണ്. എന്താ ഞാൻ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം കേട്ടോ. വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഭക്താനന്ദ ഗുരുക്കളാണ് ഈ സ്ഥലത്ത് വന്ന് ആശ്രമം സ്ഥാപിക്കുകയും പിന്നീട് ഈ സ്ഥലം ആശ്രമം എന്നറിയപ്പെടുകയും ചെയ്തത്. നമ്മളങ്ങനെ ആശ്രമത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. പണ്ട് മൂലമറ്റം പള്ളിയുടെ ഒരു കുരിശുപള്ളി ഇടവകയായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ആശ്രമം പള്ളി. പണ്ട് കാലങ്ങളിൽ ഒരുപാട് പേര് താമസിച്ചു പോയിരുന്ന സ്ഥലമായിരുന്നു മൂലമറ്റം ഈസ്റ്റ് അഥവാ ആശ്രമം എന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഒരു കടയും അതുപോലെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ കാണാം. ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കടയുടെ ഉടമസ്ഥൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്, ജിയോ വാട്ടർഫാൾസ്. ഇവിടെ റോഡും സൗകര്യങ്ങളും ആകുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഈ നാട്ടുകാരനായ കവിപ്രസാദ് ഗോപിനാഥ് തിരക്കഥ സംഭാഷണമൊക്കെ രചിച്ച അമ്മ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൂലമറ്റത്തെ ത്രിവേണി സംഗമത്തെ 3 ആറുകളിൽ ഒന്നായ നാച്ചാർ ആരംഭിക്കുന്നത് നമ്മുടെ ആശ്രമം മലമുകളിൽ നിന്നാട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ നാടിനുണ്ട്. ഇടവിട്ട് ചെറിയ മഴയും മഞ്ഞും ഈ നാടിനെ കൂടുതൽ മഴക്കാലത്ത് മനോഹരിയാക്കി മാറ്റുന്നു. നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കവന്ത. അമ്മ സിനിമയിൽ കവന്തയെക്കുറിച്ചൊരു പാട്ട് തന്നെയുണ്ട്. കൂടാതെ നമ്മുടെ ഈവൻ്റ് പുസ്തകത്തിലും കവന്ത കാണിക്കുന്നുണ്ട്. ഞാൻ 4 കൊല്ലമായി ജീപ്പ് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 കൊല്ലമായി. 2016 വണ്ടി ഓടിക്കാൻ തുടങ്ങിയ. ഞാൻ ഇവിടുന്ന് 1 തൊട്ട് 10ാം ക്ലാസ് വരെ നടന്ന് മൂലമറ്റത്ത് പോയി പഠിച്ചു. അന്ന് ഇവിടെ വണ്ടി ഓടിക്കുന്നത് രാജീവൻ ചേട്ടനാണ് അന്ന് വണ്ടി ഓടിക്കുന്നത്. അത് കഴിഞ്ഞ് അന്നൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം താഴോട്ട് താമസമൊക്കെ മാറി. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്.
പിന്നെ ഉള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുപോയി വിടും. ഇപ്പൊ പിന്നെ വഴിയൊക്കെ ഉണ്ട്, അന്ന് വഴിയില്ലായിരുന്നു. ട്രിപ്പൊക്കെ ഏത് സമയത്താണ്? ട്രിപ്പ് രാവിലെ 9:30 ആകുമ്പോൾ ഇവിടെ നിന്ന് കയറി പോകും. 10 മണിയാകുമ്പോൾ മുകളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് താഴോട്ട് പോകും. പിന്നെ മൂലമറ്റത്ത് നിന്ന് 12:30 ഒരു വണ്ടിയുണ്ട്, അത് 1 മണിയാകുമ്പോൾ തിരിച്ച് തന്ന് ഉച്ചയ്ക്ക്. പിന്നെ താഴോട്ട് വലിയ ആൾക്കാരൊന്നും കാണില്ല, അത്യാവശ്യക്കാരൊക്കെ കാണുള്ളൂ. നേരത്തെ 3-4 ചാല രാജീവ് ചേട്ടൻ ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതിനുള്ള ആൾക്കാരൊന്നുമില്ല, എല്ലാവരും താഴോട്ട് താമസമൊക്കെ മാറി. പിന്നെ ഇവിടെയുള്ള പിള്ളേരെ കൊണ്ടുവിടുന്നത് നമ്മളാണ്. മൊത്തത്തിൽ ആൾക്കാർ കുറവാണ്. എല്ലാവരും ടൗണിലേക്ക് താമസം മാറി. പിന്നെ വണ്ടികൾ എല്ലാ വീട്ടിലും വണ്ടിയായി, പഴയ പോലുള്ള ദാരിദ്ര്യമൊക്കെ ആൾക്കാർക്ക് മാറി. എന്നാലും ഗ്രാമപ്രദേശങ്ങളാണേലും നമ്മളാണ് കൂടുതലും ഇവിടെ ഓടുന്നത്. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്, ബാക്കി സമയത്ത് ഞാൻ ഓട്ടോറിക്ഷ ഓടും. നമ്മുടെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ണിക്കുട്ടൻ ഓടിക്കുന്നതിന് മുമ്പ് രാജീവേട്ടനായിരുന്നു ഇവിടെ ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നാടിനും നാട്ടുകാർക്കും ഉപകാരിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു രാജീവേട്ടൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് ആശ്രമംകാരെ ഇന്നും കണ്ണീരണിയിക്കുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾ മൂലമറ്റത്ത് നിന്ന് പുറപ്പെട്ട നമ്മുടെ യാത്ര ആശ്രമത്തെ തിരികെയാണ്. നമ്മൾ ആശ്രമത്തിൽ നിന്ന് മാത്രമല്ല, ആശ്രമത്തിൽ നമ്മൾ മേമുട്ടൻകാവിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ ആശ്രമം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ജംഗ്ഷനിൽ നമുക്ക് ഇവിടെ ശ്രീ ഭക്താനന്ദ ശൗര്യാശ്രമം ഉണ്ട്. അപ്പോൾ നമുക്ക് ആശ്രമത്തേക്ക് പോകാനുള്ള കൽപ്പടവുകളാണ് ഇത് കേട്ടോ. ഇത് കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രമേ. ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ആശ്രമം കാണാം. ഈ വഴി നമ്മൾ ചേറാടിയൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ വഴി മുമ്പ് പോയിട്ടുണ്ട്. ഈ ആശ്രമത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു കഴിഞ്ഞ 30 വർഷം അമ്മ സിനിമ ഷൂട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ വർഷം റിലീസായിരുന്നു. ഇപ്പോഴും സിനിമ നമുക്ക് OTT പ്ലാറ്റ്ഫോമിലായ ആമസോൺ പ്രൈമിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഇവിടെയായിരുന്നു അതിൻ്റെ സെറ്റ് ഇട്ടത്. വേണ്ട മേളിൽ നിന്ന് ഈ കോടമഞ്ഞിറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആശ്രമ ജംഗ്ഷനിൽ നിന്ന് മേമുട്ടൻകവലയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് വളവും തിരിവുമുണ്ട്. ചെറിയ റോഡാണ്. മുകളിൽ നിന്ന് ഉളുപ്പൂണിയിൽ നിന്ന് ജീപ്പുകൾ ഇറങ്ങി വരുന്ന വഴിയാണ്. ഉളുപ്പൂണിക്ക് കയറിപ്പോകുന്ന വഴി ഏതാണ്ട് 1.5 കിലോമീറ്റർ മോശമാണ്. ഈ മഴ പെയ്ത് മോശമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതേ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം കേട്ടോ. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. എന്നാലും ഈ പ്രദേശത്തെ മനോഹരമാക്കുന്നത് ഈ കോടമഞ്ഞിറങ്ങി വരുന്ന സുന്ദരമായ കാഴ്ചകളാണ്. നമ്മുടെ അറക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ആശ്രമം. മൂലമറ്റത്തു നിന്ന് ആരംഭിക്കുന്ന മൂലമറ്റം കോട്ടമല റോഡ് ആശ്രമവും പിന്നിട്ട് ഉളുപ്പൂണി വഴിയാണ് കോട്ടമലയ്ക്ക് പോകുന്നത്. ഈ നാട്ടിലും ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കുകയെ. ജാതിക്കായ, റബ്ബർ, അതുപോലെ കൊക്കോയ്, കാപ്പി തുടങ്ങിയ കൃഷിയും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നേരം നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരുന്നാണ് യാത്ര ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബാക്ക് സീറ്റിലിരുന്നു. ബാക്ക് സീറ്റിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഡ്രൈവറും ഞാനും പിന്നെ ഒരു ചേച്ചിയും മാത്രമേ ഉള്ളേ. നമ്മളങ്ങനെ വളവും തിരിവെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ചെറിയ വളവുകൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ മേമുട്ടം കവല ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ആശ്രമത്തിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. നല്ല സുന്ദരമായ കാഴ്ചകളാണ്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെ കുളിരണിയിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ്. അപ്പോൾ അതേ നമ്മൾ മേമുട്ടം ജംഗ്ഷനിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് 1-2 പേര് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് മൂലമറ്റം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. മേമുട്ടം കവലയിൽ നിന്ന് നമ്മൾ ആശ്രമം എത്തിയപ്പോഴേക്കും നമ്മുടെ വണ്ടി നിറച്ച ആളുകളായിട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മളങ്ങനെ മൂലമറ്റം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളിത് ജിയോ കടയുടെ അവിടെ എത്തിയിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ജിയോ ചേട്ടൻ മൂലമറ്റം ടൗണിലേക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നാണ് വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ ജിയോ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതേ ഇവിടുന്ന് ഇനി നേരെ മൂലമറ്റത്തേക്ക് തിരിച്ചു പോരുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് മൂലമറ്റം ടൗണിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ണിക്കുട്ടനോട് യാത്രയും പറഞ്ഞ് വണ്ടിക്കൂലിയും കൊടുത്ത് നമ്മളും അങ്ങനെ യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ.